ചങ്ങനപ്പള്ളി പരിപാവനമാം പുണ്യഭൂമി പരിശുദ്ധമാം ചങ്ങനപ്പള്ളി പരിപാവനമാം പള്ളി ആലംബരീനക്ക് അത്താണിയാകും വിശുദ്ധ സഹദാനന്ദാലയം ആലംബരീനക്ക് അത്താണിയാകും വിശുദ്ധ സഹദാനന്ദാലയം വിശുദ്ധമാം ചന്ദനപ്പള്ളി പരിപാവനമാം പുണ്യഭൂമി പരിശുദ്ധമാം ചന്ദനപ്പള്ളി പരിപാവനമാം വലിയ പള്ളി. വിശുദ്ധ സഹദാനന്ദാലയം
തീർത്ഥാടന സംഗമം ആരംഭിക്കുകയായി. ആദ്യമായി പ്രാർത്ഥനാ ഗാനം. ആശംസിക്കുന്നതിനായി ഇടവകയുടെ പ്രിയപ്പെട്ട വികാരി ബഹുമാനപ്പെട്ട ബിജു തോമസ് അച്ഛനെ ക്ഷണിക്കുന്നു. പരിശുദ്ധ ബാവ തിരുമേനി, ഇടവക മെത്രാപ്പോലീത്ത അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി, അങ്കമാലി ഭദ്രാസനാധിപൻ അഭിമന്യ പോളിക്കറോസ് തിരുമേനി, വേദിയിൽ ആയിരിക്കുന്ന നാം ആദരിക്കുന്ന നമ്മുടെ ഏറ്റവും വിശിഷ്ട അതിഥി മെറിൻ ജോസഫ് IPS, നമ്മുടെ ഇവരുടെയും പ്രിയപ്പെട്ട രാജുച്ചായൻ എന്ന് നാം വിളിക്കുന്ന ക്യാപ്റ്റൻ രാജു അവറുകൾ, ഈ ദേവാലയത്തിൻ്റെ എഞ്ചിനീയർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട G. ഗോപാലകൃഷ്ണ സാറ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ചന്ദനപ്പള്ളി വലിയ പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന തീർത്ഥാടന വാരാചരണം നാം ഇവിടെ നടത്തപ്പെടുകയാണ്. ഇത് പുണ്യഭൂമിയിൽ എത്തുന്ന എല്ലാവരും ചേർന്ന് സഹദായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥനകൾ സമർപ്പിച്ച ശേഷം ഒന്നിച്ച് ചേർന്ന് ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കുകയും ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കുകയും ഈ പെരുന്നാൾ ചടങ്ങുകൾ അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുവാൻ തക്കവണ്ണമാണ് നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇന്ന് ഈ സമ്മേളനത്തിന് അനുഗ്രഹ പ്രഭാഷണങ്ങൾ നൽകി, ആമുഖങ്ങൾ നൽകി, ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നത് സഭയുടെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ് കൊണ്ടാണ്. ചന്ദനപ്പള്ളിയിലെ എല്ലാ ക്രമീകരണങ്ങളും ചന്ദനപ്പള്ളിയുടെ ഉൾപ്പെടുപ്പും അറിയാവുന്ന സഭാ മേലധ്യക്ഷൻ ആണ് നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ് കൊണ്ട്. അതുകൊണ്ട് ചന്ദനപ്പള്ളിയുടെ ക്രമീകരണങ്ങൾ എന്താണെന്നോ ചന്ദനപ്പള്ളിയിൽ എന്ത് സംഭവിക്കുന്നുവെന്നോ ഒരു ആമുഖങ്ങളും ആവശ്യമില്ലാതെ തിരുമനസ് കൊണ്ട് മനസ്സിലാക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. ഈ സഭയെ നയിപ്പാൻ തക്കവണ്ണം, ദൈവകൃപയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവിന് ബലവും ശക്തിയും ദൈവനമ്പുരാൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ പേരിൽ ചന്ദനപ്പള്ളി ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി വലിയ പള്ളിയുടെ പേരിൽ പരിശുദ്ധ ബാവ തിരുമനസിനെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഇടവക മെത്രാപ്പോലീത്ത അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമനസുണ്ട് വേദിയിൽ ആഗതനാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പിതാവിനെ പോലെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മെ വഴി നടത്തുന്ന അഭിമന്യ പിതാവിന് ഈ വേദിയിലേക്ക് എല്ലാ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയ ജനങ്ങളുടെയും പേരിൽ
വലിയ പള്ളിയുടെ പെരുന്നാൾ ആഘോഷങ്ങളുടെ പേരിൽ സ്വാഗതം ഈ സമയം അരുളുന്നു. അങ്കമാലി ഭദ്രാസനാധിപൻ അഭിമന്യ പോളിക്കർപ്പോസ് വളരെ സരസമായ സംഭാഷണങ്ങളിലൂടെ നമ്മെ ചേർത്ത് നിർത്തി നമുക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും നൽകി തരുന്ന അഭിമന്യ പിതാവാണ്. ചന്ദനപ്പള്ളിയിലെ എല്ലാ പെരുന്നാളുകൾക്കും എല്ലാ ക്രമീകരണങ്ങൾക്കും തൻ്റെ സ്നേഹവും സാന്നിധ്യവും നമുക്ക് നൽകുന്നു. പ്രത്യേകിച്ച് അഭിമന്യ പോളിക്കർപ്പോസിനെ വളരെ സന്തോഷപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കേരളം ഉറ്റുനോക്കുന്ന യുവ IPS ഉദ്യോഗസ്ഥരിൽ പ്രമുഖയാണ് മെറിൻ ജോസഫ്. ഒരുപക്ഷെ യൗവനക്കാരായ എല്ലാവരുടെയും മനസ്സിൽ ഒരു നല്ല സ്ഥാനം ബഹുമാനപ്പെട്ട മെറിൻ ജോസഫ് IPSനുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നാം ഏവരും അത് കയ്യടികളോടെ സ്വീകരിക്കും. കാരണം വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന കേരളം ഉറ്റുനോക്കിയ ചില സമരപരിപാടികൾ തൻ്റെ മിടുക്കുകൊണ്ട് കൂർമ്മബുദ്ധി കൊണ്ട് അവയൊക്കെ അടിച്ചമർത്തി നിർത്തിക്കൊണ്ട് സംഘടനകളിലേക്കോ മറ്റു പ്രശ്നങ്ങളിലേക്കോ പോകാതെ ആ നിയമപരിപാലനം തൻ്റെ കൈക്കുള്ളിൽ സുരക്ഷിതമാണെന്ന് കാണിച്ച് ഇനി വളർന്നു വരുന്ന തലമുറകളിൽ ഈ കേരളത്തിന്റെ ഭരണം തൻ്റെ കരങ്ങളിൽ ശക്തമാണെന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഏറ്റവും ചുറുചുറുക്കുള്ള IPS ഉദ്യോഗസ്ഥയാണ്. നമ്മെ സംബന്ധിച്ച് മലങ്കര സഭയെ സംബന്ധിച്ച് നമുക്കും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് പ്രിയപ്പെട്ട മെറിൻ ജോസഫിന്റെ സാന്നിധ്യം. മലങ്കര സഭയുടെ അംഗം ഈ മൂന്നാർ മേഖലകളിൽ തൻ്റെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വളരെ വിശിഷ്ട അതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചന്ദനപ്പള്ളിയുടെ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കരഘോഷങ്ങളോടെ നമുക്ക് സ്വീകരിക്കാം. മെറിൻ ജോസഫ് IPSനെ സ്വാഗതം ചെയ്യുന്നു. നാം ഏവരും സ്നേഹപൂർവ്വം രാജിച്ചായൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു കാരണവരോ ജ്യേഷ്ഠനോ ആണ്. ചന്ദനപ്പള്ളിയെ സംബന്ധിച്ച് ചന്ദനപ്പള്ളിയുടെ സ്വന്തമാണ് രാജിച്ചായൻ. സമാനതകളില്ലാതെ ഈ മലയാള സിനിമയിൽ ക്യാപ്റ്റനായ മറ്റാരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ക്യാപ്റ്റൻ രാജു അല്ല, മറിച്ച് ഞങ്ങളുടെ സ്വന്തം രാജുചായനാണ്. സ്നേഹപൂർവ്വം ചന്ദനപ്പള്ളിയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചന്ദനപ്പള്ളി വലിയ പള്ളി ഇന്ന് കാണുന്ന തലങ്ങളിൽ അനേകം ആളുകൾക്ക് ഇത് ആശ്ചര്യമായി തോന്നുമ്പോൾ അതിന്റെ കെട്ടും മട്ടും ഭാവവും സൗന്ദര്യവും എല്ലാവരും വർണ്ണിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരമാണ് ബഹുമാനപ്പെട്ട G. ഗോപാലകൃഷ്ണൻ സാറിൻ്റെത്. തൻ്റെ ഇച്ഛാശക്തി, താൻ മനസ്സിൽ കണ്ട സ്വപ്നം പൂവണിഞ്ഞ്, താൻ വരച്ച വരകൾ പൂവണിഞ്ഞൊരു രേഖാചിത്രം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നെങ്കിൽ ആ കരങ്ങൾ ബഹുമാനപ്പെട്ട G. ഗോപാലകൃഷ്ണൻ സാറിൻ്റെതാണ്. പ്രത്യേകമായി ഇതിന്റെ എഞ്ചിനീയർ ആയിരുന്ന ബഹുമാനപ്പെട്ട സാറിനെ വളരെ സന്തോഷപൂർവ്വം ഈ ചന്ദനപ്പള്ളിയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്നിയ വൈദിക ശ്രേഷ്ഠർ ഇവിടെ ആഗതരാണ്. പ്രത്യേകമായി കഴിഞ്ഞ പെരുന്നാളിന് ശേഷം ഈ ദേവാലയത്തിൽ പുതുതായി വൈദിക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ബഹുമാനപ്പെട്ട ഷൈജു ചെറിയാനച്ചൻ, ഇടവകയുടെ അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് ദാനിയലച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠർ എല്ലാവരും കുർബാന കഴിഞ്ഞ് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേന്ദ്രവാസച്ചൻ, ഇടുക്കിള ദാനിയലച്ചൻ എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഒറ്റവാക്കിൽ വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ. ഈ സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് മലങ്കര സഭയുടെ ഉഴുപ്പുകോട്ടയായ തുമ്പോൺ ഭദ്രാസനത്തെ ധീരമായി നയിക്കുന്ന അഭിവന്ദ്യൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കിഴക്കിന്റെ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ടാണ്. കാറും കോളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ തിരുമനസ്സുകൊണ്ട് സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പിതാവിനുള്ള സ്വാഗതം തൃക്കൈമുത്തി തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിനെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു.
ഉയരും സ്തുതികൾ സവിധേ കരുണാ കൈ മാൻ എടുത്തിട്ടുണ്ട് എല്ലാം എടുത്തിട്ടുണ്ട് 18 തോന്നുന്നു. കോഫി പ്രിയത ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്നരായ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, ഇന്ന് നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം ഇവിടെ സന്നിഹിതയായിരിക്കുന്ന ശ്രീമതി മെറിൻ ജോസഫ് IPS, നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ രാജു, ഈ ദേവാലയത്തിൻ്റെ രൂപകൽപ്പന ചെയ്ത എഞ്ചിനീയർ ശ്രീ ഗോപാലകൃഷ്ണൻ, അധ്യക്ഷവേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന വൈദികരെ, വിശിഷ്ട വ്യക്തികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാ വർഷവും ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ പ്രധാന ആരാധനയ്ക്ക് ശേഷം ഒരു തീർത്ഥാടക സംഗമം ഇവിടെ നടത്തപ്പെടാറുണ്ട്. കുറേ വർഷങ്ങളായി ഈ തീർത്ഥാടന സംഗമത്തിൽ ഞാനും സംബന്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊരു ഒരു തീർത്ഥാടന കേന്ദ്രമായി തീർന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. തീർത്ഥാടകർ എന്തിനു വേണ്ടി ഈ സ്ഥലത്തേക്ക് അഥവാ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു? ക്രൈസ്തവ മതഗ്രന്ഥമായിരിക്കുന്ന ബൈബിളിൽ ഒരു തീർത്ഥാടക സംഘം തീർത്ഥാടനം നടത്തിയത് മരുഭൂമിയിലേക്കാണ്. മരുഭൂമിയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തിക്കഴിഞ്ഞ് അവരെന്തോ അവിടെ നിന്ന് നേടി എന്ന് വിചാരിക്കുന്നു. അതേ തീർത്ഥാടക സംഘം രണ്ടാമത് മറ്റൊരിടത്തേക്ക് തീർത്ഥാടനത്തിന് പോയി. അത് കടൽക്കരയിലേക്കാണ്. കടൽക്കരയിലേക്ക് തീർത്ഥാടനത്തിന് പോയവർ ആ കരയിൽ നിന്നുകൊണ്ട് അതിശക്തമായ ഭാഷയിൽ ജനങ്ങളോട് സംസാരിക്കുന്നത് കണ്ടു. സംസാരിക്കുക മാത്രമല്ല, മരുഭൂമിയിലേക്ക് പോയ തീർത്ഥാടകർ അവിടെ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മരുഭൂമിയിലേക്ക് എന്ത് കാണുവാൻ പോയി? ആരാണ് മരുഭൂമിയിൽ നിങ്ങളെ ഇത്രമാത്രം ആകർഷിച്ചത്? ഉത്തരം ഈ കടൽക്കരയിലെ പ്രസംഗകൻ തന്നെ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ പോയത് ഒരു രാജകുമാരനെ കാണുവാനാണോ? അല്ല. നിങ്ങൾ പോയത് പട്ടുവസ്ത്രം ധരിച്ച ഒരു സുഗലോലുപനെയാണോ കാണാൻ പോയത്? അല്ല. പിന്നെ ആരെ കാണാൻ പോയി എന്ന് കടൽക്കരയിൽ നിന്ന് പ്രസംഗിക്കുന്ന ആ തീർത്ഥാടന സംഗമത്തിൻ്റെ കേന്ദ്ര വ്യക്തിത്വമായ ജീസസ് ചോദിക്കുകയാണ് അവരോട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മരുഭൂമിയിലേക്ക് തീർത്ഥാടനം നടത്തിയത് ഒരു പ്രവാചകനെയാണോ എന്ന് ചോദിച്ച് ഉത്തരം അദ്ദേഹം തന്നെ പറയുന്നു, പ്രവാചകനേക്കാൾ മികച്ചവനെ തന്നെ കാണുന്നതിനാണ് മരുഭൂമിയിലേക്ക് നീ പോയത്.
അപ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ആരെയാണ് നമ്മൾ കാണേണ്ടത്? മരുഭൂമിയിലേക്ക് ആരെങ്കിലും തീർത്ഥാടനം പോകുമോ? പക്ഷേ അവിടെ തീർത്ഥാടനത്തിന് പോയി അവിടെ തീർത്ഥാടന കേന്ദ്രത്തിലെ അവന് രാജകുമാരനായിരുന്നില്ല, പട്ടുവസ്ത്രം ധരിച്ചവനായിരുന്നില്ല. അവൻ അതിശക്തമായ ഭാഷയിൽ ജനങ്ങളോട് പ്രവാചക ശബ്ദത്തിൽ സംസാരിക്കുന്നവനായിരുന്നു. അവൻ്റെ വസ്ത്രം സാധാരണ വസ്ത്രമായിരുന്നില്ല, ഒട്ടക രോമം കൊണ്ടുള്ള ഒരു പ്രത്യേക തരം ഉടുപ്പ്, അതുപോലെ തന്നെ ഒരു തോൽവാറ്. ആഹാരം എന്ന് പറയുന്നത് മരുഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഏതാനും ചില കുറഞ്ഞ വസ്തുക്കൾ. അവൻ സുന്ദരനായിരുന്നില്ല. ഞാൻ പറയുന്നത്, തീർത്ഥാടനത്തിൽ നമ്മൾ പോകുന്നിടത്ത് എന്താണ് നമ്മെ അങ്ങോട്ട് ആകർഷിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഒരു പ്രവാചകനെ കാണുവാൻ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുമോ? കടൽക്കരയിൽ നിന്ന് പ്രസംഗിക്കുന്ന ആ പ്രസംഗകൻ ശക്തമായ ഭാഷയിൽ തന്നെയാണ് അവരോട് പ്രസംഗിച്ചത്. നിങ്ങൾ ഈ കടൽക്കരയിലേക്ക് എന്തിനു വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർത്ഥാടനം പല തലങ്ങളിൽ പല ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അവിടെ കടന്നു വരുന്ന ഓരോ ഹൈന്ദവ സഹോദരനും ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. അവിടെ ചെന്ന് ദേവദർശനം കണ്ട് സായുജ്യമടഞ്ഞ് സമാധാനത്തോടുകൂടി തിരിച്ചു പോകണം. അതുകൊണ്ടാണ് ഒരു പക്ഷേ ശബരിമലയിലെ ധാരാളം ഹൈന്ദവ വിശ്വാസികൾ തീർത്ഥാടനത്തിന് പോകുന്നത്. മെക്ക, സൗദി അറേബ്യയിലെ മെക്ക എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്. ഗവൺമെൻറ് അതിന് ചില ക്രമീകരണങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ മുഖേന നമുക്കറിയാം. എന്തിനു വേണ്ടിയാണ് അവിടെ പോകുന്നത്? അവിടെയും ആ പോകുന്ന ഓരോ തീർത്ഥാടകനും ഓരോ ലക്ഷ്യമുണ്ട്. ചന്ദനപ്പള്ളിയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് ഉണ്ടാകുന്നുണ്ട്. ചന്ദനപ്പള്ളി എന്ന് ഉച്ചരിക്കുമ്പോഴേ തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കടന്നു വരേണ്ട ഒരു വികാരമാണ്, പരിമളം പരത്തുന്ന ഒരിടമാണ് ചന്ദനപ്പള്ളി. ആ പരിമളം കെട്ടിടത്തിൽ നിന്ന് മാത്രം ഉണ്ടായാൽ പോരാ, നമ്മുടെ സ്വഭാവത്തിൽ നിന്ന്, നമ്മുടെ സംസാരത്തിൽ നിന്ന്, നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന്, നമ്മുടെ ഇടപെടലിൽ നിന്ന്, നമ്മുടെ ഓരോ പെരുമാറ്റത്തിലൂടെയും പരിമളം പരത്തുവാൻ അതിന് കഴിവുണ്ടാകണം. എങ്കിൽ മാത്രമേ തീർത്ഥാടനത്തിന് അതിൻ്റേതായ അർത്ഥപുഷ്ടി ഉണ്ടാവുകയുള്ളൂ. പരിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് അവർ തന്നെ ഒരു പരിമള സ്രോതസ്സായിട്ട് തീർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ മരണത്തോടനുബന്ധിച്ച് തിരുമേനി കാലം ചെയ്ത ആ മുഹൂർത്തത്തിൽ ആ മുറിക്കകത്ത് വലിയ ഒരു പരിമളം പരന്നുവെന്ന് അന്നത്തെ കവികൾ പാടുന്നുണ്ട്. രാത്രാവ് നേരം മണി 1 എന്ന് പറഞ്ഞൊരു ഗാനത്തിൽ പറയുന്നുണ്ട്, പരിമല ദേറായിൽ പരിമളവും വീശി എന്തെന്നേവരും ആരാഞ്ഞു. നോക്കുമ്പോൾ തിരുമേനി മാലാഖമാരോട് കൂടി യാത്ര പോവുകയാണ് പരിമളം പരത്തിക്കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം, ചന്ദനപ്പള്ളി എന്ന് ഒരുപക്ഷെ ഈ ഗ്രാമത്തിന് പേരുണ്ടായത് ഇവിടെ പരിമളം പരത്തുന്ന ആരൊക്കെയോ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തോ ഒരു പരിമളത്തിൻ്റെ ഒരു ബന്ധം ഈ പ്രദേശത്തിനുണ്ട്, ഈ രാജ്യത്തിനുണ്ട്, ഈ ഗ്രാമത്തിനുണ്ട്, ഈ ദേവാലയത്തിനും ഉണ്ടാകണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ തീർത്ഥാടന സംഗമവും ഈ തീർത്ഥാടകരുടെ ഇവിടേക്കുള്ള അവരുടെ കടന്നുവരവും അവരുടെ മനസ്സിന് സമാധാനവും അവരുടെ മനസ്സിന് സമാധാനം മാത്രമല്ല, ഒരു പരിമളം ശ്വസിച്ച് അവർക്ക് വളരെ സന്തോഷത്തോടെ തിരിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയാകണം എന്ന് മാത്രം ഇത്തരണത്തിൽ ഓർപ്പിക്കാനുള്ളൂ. നമ്മുടെ ജീവിതവും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും നമ്മുടെ എല്ലാ വിധത്തിലുള്ള ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും ഒരു പരിമളം പരത്തുന്ന വിധത്തിലാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനത്തിലായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
തിരുമേനിയോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹൽ വ്യക്തികളെ ഓർഡർ ഓഫ് സെന്റ് ജോർജ് ബഹുമതി നൽകി ആദരിക്കുന്നു. പ്രശസ്ത സിനിമാ താരം ക്യാപ്റ്റൻ രാജു, ISRO ശാസ്ത്രജ്ഞൻ TK അലക്സ്, പ്രശസ്ത പിന്നണി ഗായകൻ മാർക്കോസ്, കായിക താരം TC യോഹന്നാൻ, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി, മലങ്കര സഭാരത്നം ഒസ്താത്യോസ് തിരുമേനി, മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ തുടങ്ങിയവർ മുൻ അവാർഡ് ജേതാക്കളാണ്. ഈ വർഷത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയെ ആദരിച്ചുകൊണ്ടുള്ള മംഗളപത്രം ഇവിടെ അവതരിപ്പിക്കുന്നതിനായി ശ്രീ മനോജ് K രാജനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആയിരങ്ങളുടെ ഗുരുശ്രേഷ്ഠനും പരിസ്ഥിതിയുടെ പ്രവാചകനുമായ അഭിവന്ദനായ തിരുമേനി തന്റെ ശാന്തവും സൗമ്യമായ സ്വഭാവം കൊണ്ട് ആരെയും ആകർഷിക്കുന്നു. അഭിവന്ദ തിരുമേനിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. നമ്മുടെ ദേവാലയത്തിന്റെ ശില്പി ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ സാറ് ഈ ദേവാലയത്തിന്റെ ചിത്രം ഇത് ആകാശവിധാനങ്ങളിൽ നിന്ന് എടുത്തത് കാണുമ്പോൾ അദ്ദേഹത്തിനും നമ്മുടെ മനസ്സിൽ തെളിയുന്ന ആ സന്തോഷം ഈ സമയം ചന്ദനപ്പള്ളി വലിയ പള്ളി അദ്ദേഹത്തോടൊപ്പം പങ്കുചേരുകയാണ്. പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ദേവാലയത്തിന് മനോഹരമായ ആകാശ കാഴ്ച ഈ സമയത്ത് സമർപ്പിക്കും. Oh, congratulations, may God bless you. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ മഹിൽ സമ്മേളനം, ഈ അവാർഡ് ദാനമൊക്കെ നടത്തിയ പരിശുദ്ധ കാതോലിക്ക ബാവാ തിരുമേനി, ഇന്ന് അവാർഡ് സ്വീകരിക്കുന്ന ശ്രീമതി മെറിൻ ജോസഫ് ഗോർഗൾ IPS, നമ്മുടെ ഈ ചന്ദനപ്പള്ളിയുടെ ഓമനപുത്രനും പ്രശസ്തനായ സിനിമാ നടനും എൻ്റെ വിദ്യാർത്ഥിയും കൂടിയായിരിക്കുന്ന ക്യാപ്റ്റൻ രാജു, പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ സാറ്, പ്രിയ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് നൽകിയ സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളുക എന്ന് മാത്രമാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് തീർത്ഥാടകമായി ഇവിടെ വരുന്നത്, എന്താണ് നമ്മുടെ ആത്മാവിൽ, അത് എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് ഭംഗിയായി നമ്മളോട് കൽപ്പിക്കുകയുണ്ടായി. ഞാൻ ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ ചന്ദനപ്പള്ളി പെരുന്നാളിൽ സംബന്ധിച്ച കാലങ്ങൾ ഓർക്കുകയാണ്. പഴയ പള്ളി ആയിരുന്ന കാലത്തും പുതിയ പള്ളി പണിതിന് ശേഷവും എല്ലാ വർഷവും ഞാൻ സംബന്ധിച്ചതാണ് എൻ്റെ ഓർമ്മ. എങ്കിലും സുൽത്താൻ ബത്തേരിയിലായിരുന്ന 18 വർഷത്തിൽ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അത് സാധിച്ചില്ല എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഇന്ന് ഇവിടുത്തെ ചൂട് കണ്ടപ്പോൾ വയനാട്ടിനെ കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. 18 വർഷം ഫാനിടാതെ ജീവിച്ച ഒരു കാലം വയനാട്ടിൽ ഞാൻ അങ്ങനെ താമസിച്ചു. ഇപ്പോഴേ വന്നപ്പോൾ ഒരു നിമിഷം പോലും ഫാനിടാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ക്ലൈമറ്റ്, ഈ കാലാവസ്ഥ വളരെയേറെ വ്യത്യസ്തമായി. കഴിഞ്ഞ ആഴ്ച ഞാൻ വയനാട്ടിൽ നിന്ന് പോയി. അപ്പോഴവിടെയും കാലാവസ്ഥ മാറിയിട്ടുണ്ട്. ഇതൊരു അപകട സൂചനയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. എങ്ങനെ പരിഹരിക്കാമെന്നൊന്നും പറയാൻ തക്കവണ്ണമുള്ള പരിസ്ഥിതിയുടെ വൈദഗ്ധ്യമൊന്നും എനിക്കില്ല. എങ്കിലും ഈ ഭൂമിയുടെ കാലാവധി കഴിഞ്ഞു എന്നാണ് ഭൂമിശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നത്. അതുകൊണ്ട് ഇനി നമ്മളൊക്കെ നമുക്ക് കൂടുതലൊരു ഗ്രേസ് പീരീഡ് തന്നിരിക്കുകയാണ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം. എന്തായാലും ഈ ചന്ദനപ്പള്ളി പള്ളിയിലേക്ക് വരുന്ന ആളുകളെ ഞാനും വീക്ഷിക്കാറുണ്ട്. അവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ സഹോദരനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് അവരനുഗ്രഹം പ്രാപിക്കുന്നെന്ന് കാണുന്നത് ഏറെ സന്തോഷവും സംതൃപ്തിയുമാണ്. ഈ പള്ളിയിൽ നടക്കുന്ന ഇതുപോലെയുള്ള ചടങ്ങ് മാതൃകാപരമാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറയട്ടെ. കഴിഞ്ഞ അവസരങ്ങളിലൊക്കെയും അവാർഡ് ലഭിച്ചവരെ നമ്മൾ ഓർക്കുകയാണ്. അതിലൊരാളെ മാത്രം ഞാൻ എടുത്തുന്ന ഓർമ്മിക്കട്ടെ. അഭിസ്മരണനായ ഗീവർഗീസ് ഒസ്താത്യോസ് തിരുമേനി ഈ സഭയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി സേവനം കൊണ്ട് അതിനെ അനുഗ്രഹിച്ച നിറച്ച ഒരു വന്യ പിതാവായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും
ഒരു വന്യപിതാവ്, ഒരു ഗുരുഭൂതനായിരുന്നു എന്നുള്ളതാണ്. അതുപോലെയുള്ളവരെ കണ്ടുപിടിച്ച് അവാർഡ് കൊടുക്കുന്നതിൽ നിങ്ങളെ ഈ പള്ളിയുടെ ചുമതലക്കാർ, ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. ഈ വർഷത്തെ അവാർഡ് ജേതാവ് ശ്രീമതി മെറിൻ ജോസഫ് IPSനെ എൻ്റെ വ്യക്തിപരമായും കുമ്പോട് ഭദ്രാസനത്തിൻ്റെയുമായ എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നമ്പുരാൻ ധൈര്യമായി സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആ വലിയ ഒരു ലെവലിൽ ഈ സമൂഹത്തെ നയിക്കാൻ, സമൂഹത്തിലെ തിന്മകളെ അടിച്ച് തകർക്കുവാൻ തക്കവണ്ണമുള്ള ശേഷി കിട്ടട്ടെ, ആത്മധൈര്യം കിട്ടട്ടെ. പരിശുദ്ധ ഗീവർഗീസ് സദായുടെ അനുഗ്രഹവും ദൈവത്തിൻ്റെ വലിയ കൃപയും ലഭിച്ച് മുൻപോട്ട് ഭാവി ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട രാജുവിന് ഇങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിലും ഇവിടെ വന്ന് സന്നിഹിതരായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കണ്ണനപ്പള്ളിയുടെ അഭിമാനമാണ്. അദ്ദേഹത്തെയും എൻ്റെ പ്രത്യേകമായ ആശംസകൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ട ഈ പള്ളിയുടെ ശില്പി സാറിനെ വളരെ സന്തോഷത്തോടുകൂടെ ഇത്ര ഭാവന സമൃദ്ധമായ രീതിയിൽ ഇത് പണിതീർക്കാൻ തക്കവണ്ണം സാധിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ആ കരവിരുത് അല്ലെങ്കിൽ ബുദ്ധിശക്തി ഒക്കെ ദൈവികമാണ്, അനുഗ്രഹമാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ അധ്യക്ഷ പ്രസംഗം അവിടെ ഉപസംഹരിക്കട്ടെ. ദൈവാനുഗ്രഹിക്കട്ടെ. കേരള പബ്ലിക് സർവീസ് കമ്മീഷണർ ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറാണ്. അധ്യാപകനായും സർവകലാശാല വൈസ് ചാൻസലറായും കഴിവ് തെളിയിച്ച ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സാർ മികച്ച വാഗ്മി എന്ന നിലയിൽ കേരള സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. മലങ്കര സഭയുടെ ഉത്തമ സുഹൃത്തായ രാധാകൃഷ്ണൻ സാറിനെ മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. സദസ്സിലും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാനായ വൈദിക ശ്രേഷ്ഠരെ, സുഹൃത്തുക്കളെ, ചന്ദനപ്പള്ളി വലിയ പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ തീർത്ഥാടന സംഗമത്തിലും അവാർഡ് സമർപ്പണ സമ്മേളനത്തിലും പങ്കെടുക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. സമ്മേളനം കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചതുകൊണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് 2 കിലോമീറ്റർ ഓടിയെത്താൻ ഏതാണ്ട് 15-20 മിനിറ്റ് എടുത്തതുകൊണ്ടുമാണ് ഞാൻ വൈകി വന്നതിൽ നിങ്ങളോടെല്ലാം ക്ഷമ ചോദിക്കുന്നു. തീർത്ഥാടനത്തെക്കുറിച്ച് മഹാഭാരതത്തിൽ ഒരു സങ്കല്പമുണ്ട്. വലിയ ചക്രവർത്തിമാർക്കും രാജാക്കന്മാർക്കും ഒക്കെ ആളും അർത്ഥവും സംഘടിപ്പിച്ച് രാജസൂയ യജ്ഞം നടത്തി അതിൻ്റെ സദ്ഫലങ്ങൾ ആസ്വദിക്കാനുള്ള അവകാശമുണ്ട്, അവസരമുണ്ട്. അതിനൊന്നും അവസരമില്ലാത്തവർക്ക് ഒരു യജ്ഞത്തിൻ്റെ സദ്ഫലങ്ങൾ അനുഭവിക്കാൻ എന്താണ് മാർഗം എന്ന് ചോദിക്കുമ്പോഴാണ് അതിനാണ് തീർത്ഥാടനം എന്ന് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആത്മസമർപ്പണത്തിന് വേണ്ടി അവനവനെ ഒരുക്കിയെടുക്കുക എന്നതാണ്. നമ്മൾ ഏത് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുമ്പോഴും ആ തീർത്ഥാടന കേന്ദ്രത്തിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ ലക്ഷ്യം അവനവനെ ഒരുക്കിയെടുക്കുക എന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ നാം ഒരുക്കിയെടുക്കുന്ന ആ പ്രക്രിയക്കാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
വിധവയുടെ ചില്ലിക്കാശ് പോലെ എന്ന് പറയാവുന്നതാണ്. ഭക്തിയെ കുറിച്ചും അവനവനെ ഒരുക്കിയെടുക്കുന്നതിനെ കുറിച്ചുമുള്ള ഏറ്റവും മനോഹരമായ സങ്കല്പം സത്യവേദ പുസ്തകത്തിൽ വിധവയുടെ ചില്ലിക്കാശിനെ കുറിച്ച് പറയുന്ന സന്ദർഭമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിധവയുടെ ചില്ലിക്കാശിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, നീ നിനക്ക് ഉള്ളതിൽ നിന്ന് തന്ന് അവൾ ഉള്ളത് മുഴുവൻ തന്നു എന്നതാണ്. ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നതും ഉള്ളത് മുഴുവൻ കൊടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സാധാരണ ഭക്തർ ഉള്ളതിൽ നിന്ന് മാത്രം കൊടുക്കുന്നവരാണ്. തീർത്ഥാടനത്തിന് വരുന്നവർ ഉള്ളത് മുഴുവൻ കൊടുക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുന്നവനാണ്. ഉള്ളത് മുഴുവൻ എന്ന് പറഞ്ഞാൽ അവനവനെ തന്നെ ഒരു തിരുദൗത്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന യജ്ഞത്തെയാണ് തീർത്ഥാടനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ ഒരുക്കിയെടുത്ത് സമർപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നാം ഓർക്കേണ്ട കാര്യം, ആ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം തന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ എന്നെ ഒരുക്കിയെടുക്കുന്ന പ്രക്രിയയാണ് തീർത്ഥാടനം. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മോശമായ ഒരവസ്ഥ. ആ മോശമായ അവസ്ഥ വരുമ്പോഴാണ് ഇതാർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ആലോചിക്കുകയും അവൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണോ എന്ന് മാത്രം ആലോചിച്ചിട്ട് അവന് വേണ്ടി ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നത്. ഇത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്ന ഏറ്റവും മോശം കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ ആ മരിച്ച ആളുടെ അല്ലെങ്കിൽ ആ ദുരന്തം സംഭവിച്ച ആളുടെ ജാതിയും മതവും ഉപജാതിയും എല്ലാം നോക്കിയതിന് ശേഷം അതിൻ്റെ പേരിൽ ഈ മരണം തെറ്റോ ശരിയോ അല്ലെങ്കിൽ ഈ കൊലപാതകം തെറ്റോ ശരിയോ എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു അധമ മനോഭാവം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ കടന്നു വരുമ്പോൾ നാം തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം മറന്നു പോകുന്നു എന്നുള്ളതാണ്. കാരണം നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി നമ്മെ ഒരുക്കിയെടുത്തിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി നമ്മെ ഒരുക്കിയെടുക്കുമ്പോൾ യേശുദേവൻ പറയുന്നത്, ഏറ്റവും പിന്നിൽ നിൽക്കുന്നവൻ, അവൻ്റെ ജാതി അറിയില്ല, മതമറിയില്ല, ദേശമറിയില്ല, ഭാഷ അറിയില്ല, അവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും വിശുദ്ധമായ പ്രാർത്ഥന എന്നുള്ളതാണ്. ഈ ഉച്ച സമയത്ത് ഞാൻ വൈകി വന്ന് ദീർഘമായ പ്രസംഗം ചെയ്ത് നിങ്ങൾ അലോസരപ്പെടുത്താൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്: തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ ഒരുക്കിയെടുക്കുന്ന പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ നാം എപ്പോഴും ഒരുക്കിയെടുക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ വിധവയുടെ ചില്ലിക്കാശ് പോലെ ഉള്ളത് മുഴുവൻ സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യത്തിൽ നാം എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേരുമ്പോൾ എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ കർമ്മം കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് സഹായം കിട്ടേണ്ടയാളുടെ ജാതി, മതം, ഉപജാതി, ഭാഷ, പ്രദേശം ഇതൊക്കെ അപ്രസക്തമായി തീരും. അങ്ങനെ അപ്രസക്തമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ വളർത്തിയെടുക്കാൻ ഈ മഹത്തായ തീർത്ഥാടനത്തിന് കഴിയട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അഭിമന്യ തിരുമനസ്സുകൊണ്ട് നഭാഭിഷിതരായ വൈദികരെയും പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെ മൊമെന്റോ നൽകി അനുമോദിക്കുന്നു. കൊടുത്തോ? അവർക്ക് ഇലക്ഷൻ സമ്മാനിച്ചു
ഈ ഇടവകയിലെ നവാഭിഷിക്തരായ വൈദികർ ബഹുമാനപ്പെട്ട ജേക്കബ് ഡാനിയൽ അച്ഛനുള്ള ഉപഹാരം നമ്മുടെ അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ സമർപ്പിക്കുന്നു. നവാഭിഷിക്തനായ വൈദികൻ ബഹുമാനപ്പെട്ട ഷൈജു ചെറിയാനുള്ള അച്ഛനുള്ള ഉപഹാരം ഇപ്പോൾ സമർപ്പിക്കുന്നു. Georgian Short Film Award 2016. Golden Awards goes to Jalaviramam, directed by Anakha Ali. Georgian Karshaka Mitram Award goes to Sri Varghese K. James. Georgian King Solomon Award goes to Master Tito Thomas Georgi. Georgian Short Film Awards 2016. Silver Award goes to Kannanta Kalappuram, directed by Subair. Georgian Bronze Award goes to Ende Pida. സംവിധായകൻ സ്റ്റേജിലേക്ക് വരുന്നതാണ്. Special Jury Award goes to 9527, directed സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. Another special jury award goes to Murivugal, producer, Green Indian Environmental Organization. Best Debate Film Award goes to Manishin. സംവിധായകൻ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. അടുത്തതായി ഒരു ഗാനത്തിനായി സെന്റ് ജോർജ് മാസ്കോറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗാനത്തിന് മുമ്പ് ഒരു വാക്ക് പറയുവാൻ ഈ അവസരം ഞാൻ എടുക്കുകയാണ്. നമ്മുടെ ഏറ്റവും മുഖ്യ അതിഥി, ഇന്നത്തെ ഈ തീർത്ഥാടക സംഗമത്തിൻ്റെ കേന്ദ്രബിന്ദു, നമ്മുടെ ഒക്കെ ആവേശമായിരിക്കുന്ന ബഹുമാനപ്പെട്ട മെറിൻ ജോസഫ് IPS അവറുകളാണ്. ഉന്നത നീതിന്യായ വ്യവസ്ഥയിൽ തൻ്റെ അധികാരം കൈയാളി ഈ കേരളത്തെ ഏറ്റവും നല്ല നിലയിലേക്ക് ക്രമസമാധാന നിയമ സംവിധാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാൻ ദൈവം തമ്പുരാൻ മെറിൻ ജോസഫ് IPSന് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. പ്രത്യേകമായി ഈ സംഗമം മെറിൻ ജോസഫിനെ ആദരിച്ചു. പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഈ സമയത്ത് ഉണ്ട്. നമ്മുടെ സ്നേഹം പരിഗണിച്ച് നമ്മളുടെ ആദരവ് പ്രമാണിച്ചാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. അഭിമന്യ തിരുമേനിമാരുടെ അനുഭവത്തോടുകൂടി മെറിൻ ജോസഫ് IPS ഈ സമയം നമ്മിൽ നിന്ന് വിടവാങ്ങി തൻ്റെ ഔദ്യോഗിക മേഖലകളിലേക്ക് വീണ്ടും തിരികെ പോയിരിക്കുകയാണ്. ഒരു വാക്കിൽ നന്ദി അറിയിക്കുന്നു. ഒരു നല്ല കയ്യടി മെറിൻ ജോസഫിനായി നൽകണം. അത് ഈ ചതനപ്പള്ളിയുടെ ആദരവാണ്.
കർത്താവിൻ കൽപ്പനയോടെ പരിശുദ്ധാത്മനന്മരമോടെ കർത്താവിൻ കൽപ്പനയോടെ പരിശുദ്ധാത്മനന്മരമോടെ ആമോദനായി നമുക്കാഘോഷമായി സൃഷ്ടാവിനർപ്പിച്ചു പാടാം ആമോദനായി നമുക്കാഘോഷമായി സൃഷ്ടാവിനർപ്പിച്ചു പാടാം ദൈവാനുഭൂമികളായിടും പരിശുദ്ധാത്മപുതുക്കത്തിലായിടും
എന്നതിനായി ഓർഡർ ഓഫ് സെന്റ് ജോർജ് അവാർഡ് മുൻ ജേതാവും പ്രശസ്ത സിനിമാ താരവും ചന്ദ്രപ്പള്ളിയുടെ പുത്രനുമായ ക്യാപ്റ്റൻ രാജു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ ഈ അനുഗ്രഹീതമായ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്ത ഓർത്തഡോക്സ് സഭയുടെ എല്ലാമെല്ലാമായ ചുക്കാൻ പിടിക്കുന്ന അഭിമാനമായ നമ്മുടെ കാതോലിക്ക ബാബ തിരുമനസ് ഉദ്ഘാടനം അത്യാവശ്യമായിട്ട് പോയത് നമ്മളെല്ലാം കണ്ടല്ലോ. ബാബ തിരുമനസ് വേദിയിൽ അലങ്കരിക്കുന്ന എന്നെ സംബന്ധിച്ച് ഞങ്ങളെയൊക്കെ രൂപപ്പെടുത്തി ഈ ലെവലിൽ നിന്ന് എന്തെങ്കിലും ആയെങ്കിൽ അതിൻ്റെ ഒരു ഘടകം മറ്റാരുമല്ല. ഇന്നത്തെ നമ്മുടെ അധ്യക്ഷനും നമ്മളുടെ ഭദ്രാസനത്തിന് ചുക്കാൻ പിടിക്കുന്ന അഭിമന്യ ക്ലീമീസ് തിരുമനസാണ്. ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ പഠിപ്പിക്കാൻ മാത്രമല്ല, കുര്യാക്കോസ് ചമ്മാച്ചനായി വെളുത്ത സുന്ദരക്കുട്ടനായ ചമ്മാച്ചനായിട്ടിരിക്കുമ്പോൾ അരമനയുടെ ബോർഡർ ലൈനിൽ വന്നൊരു കൊച്ചു മതിലെ പിടിച്ചിരിക്കും. എന്തിനാണെന്നറിയോ? അപ്പുറത്തെ ബാസ്കറ്റ് ബോൾ കളിയാണെന്നറിയോ? എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ 4 മണി മുതൽ 6 വരെ ബാസ്കറ്റ് ബോൾ കളിക്കും. ഓരോ ചാടി ബാസ്കറ്റ് ചെയ്യുമ്പോഴും ഈ ചെറുപ്പക്കാരനായ സുന്ദരക്കുട്ടനായ ചമ്മാച്ചൻ അവിടെ നിന്നുണ്ടെന്ന് അനങ്ങുമെന്ന്. വെരി വെൽ, വെരി ഗുഡ് രാജു എന്ന് അന്ന് വിളിച്ച് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചതിന് മുമ്പേ ആയിരിക്കാം ഈ പട്ടാളത്തിൽ ക്യാപ്റ്റനായാലും സിനിമാ ജീവിതത്തിലൊക്കെ വളർന്ന് ഈ ലെവലിൽ വലുതായിട്ടൊന്നും ആയിട്ടില്ലെങ്കിൽ ഇത്രയുമെങ്കിലും ആയത് ഇങ്ങനെയുള്ള പ്രോത്സാഹനം ചെറുപ്പത്തിലെ നമ്മുടെ ഓർത്തഡോക്സ് സഭയിലെ നല്ല വൈദിക ശ്രേഷ്ഠയിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ്. ഒരു ചെറിയ കുറച്ചറിവും അറിവെന്ന് പറഞ്ഞാൽ ജനനോടല്ല പൊടി ജ്ഞാനത്തിന്റെ ഭാഗങ്ങളൊക്കെ കിട്ടിയതിന്റെ കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ അധ്യക്ഷനായ നമ്മുടെ എല്ലാം പ്രിയങ്കരായ നമ്മുടെ ഭദ്രാസനത്തിന്റെയും അഭിമാനമായ അഭിമന്യ ക്ലീമീസ് തിരുമനസിന്റെ ഒക്കെ അനുഗ്രഹം കൊണ്ടുള്ളതായി ഓർപ്പിച്ചുകൊണ്ട് സംബോധന ചെയ്യുന്നു. പിന്നീട് അങ്കമാലിയുടെ അധിപനായ ചുക്കാൻ പിടിക്കുന്ന അഭിമന്യ പോളികാർപ്പോസ് തിരുമനസ്, സ്റ്റേജിലിരിക്കുന്ന ബഹുമാനായ ഡോക്ടർ രാധാകൃഷ്ണൻ സാറ് വർഷങ്ങളായിട്ടുള്ള പഴക്കമുണ്ട്. അദ്ദേഹത്തിനെയൊക്കെ പ്രസംഗങ്ങൾ ഒത്തിരി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സ്റ്റേജിലിരിക്കുന്ന മറ്റ് ഓർത്തഡോക്സ് സഭയുടെ മിടുമിടുക്കരായ ഓർത്തഡോക്സായി തലമുറയെ നയിച്ചുകൊണ്ട് പോകുന്ന വൈദിക ശ്രേഷ്ഠർ എൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന ഈ വല്ലാത്ത ചൂടത്തും അനുഭവിച്ചത് ഇന്നത്തെ ഈ ഫംഗ്ഷൻ അനുഗ്രഹീതമാക്കാൻ വന്നു ചേർന്നിരിക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ അഭിമാനങ്ങളായ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, തലമുറയിലുള്ള പിഞ്ചോമന കുഞ്ഞുങ്ങളെ, കൗമാരപ്രായത്തിലുള്ള ചെറുപ്പക്കാരായ മിടുമിടുക്കലുമായ കുഞ്ഞുങ്ങളെ, വലിയൊരു നീണ്ട പ്രസംഗത്തൊന്നും ഞാൻ മുതിരില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളോടാണ്. ഇൻഫർമേഷൻസ് അറിയണം. ഓർത്തഡോക്സ് സഭയിലെ കുഞ്ഞുങ്ങൾക്ക് ഇത് സെയിന്റ് ജോർജിന്റെ പെരുന്നാളാണ്, ഗീവറി സഹദായുടെ പെരുന്നാൾ, ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും വലിയ പുണ്യവാളന്റെ പെരുന്നാളായത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നാളെ പോയി ഒരു ടെസ്റ്റിന് പോയി, ഇപ്പൊ മെറിൻ പോയ മാതിരി IPSന്റെ ടെസ്റ്റിന് പോയാൽ നിങ്ങളോട് ഇന്ന ചോദ്യമാണ് ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ നാളെ ആ ഇന്റർവ്യൂ എടുക്കാൻ വന്നാൽ ഞാനൊരു സ്റ്റുഡന്റ് കേഡറ്റിനോട് ഒരു കാൻഡിഡേറ്റിനോട് ചോദിക്കുന്നത് ആർ യു എ ക്രിസ്ത്യൻ? യെസ് സർ, ഐ എം എ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഡിനോമിനേഷൻ ഞാൻ ചോദിച്ചെന്ന് വെച്ചോളൂ. സർ, ഐ ആം ഫ്രം ദി ഓർത്തഡോക്സ് ഡിനോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ പീരീഡുമാണ്, സെയിന്റ് ജോർജിന്റെ പെരുന്നാൾ പീരീഡാണ്. ഞാൻ ഡെഫിനറ്റ് ഒരു ചോദ്യം ചോദിക്കും. ഓക്കെ മൈ ഡിയർ യങ് സൺ ഓർ ഡോട്ടർ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ പേരാണെങ്കിൽ ഓക്കെ മൈ ഡിയർ ഡോട്ടർ, ടെൽ മീ ദ നെയിം ഓഫ് സെയിന്റ് ജോർജ് മദർ. സെയിന്റ് ജോർജിന്റെ അമ്മയുടെ പേര് ചോദിച്ചാൽ പറയാൻ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിവായോ? അറിയുമോ? എന്താണ് പേരെന്ന് പറയാൻ ഇവിടെ ഞാൻ പരീക്ഷിക്കുന്നതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാപ്തരാണോ? അവരെ നമ്മൾ ട്യൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നു. വചനം പറയാൻ എടുക്കലായിരിക്കും. 21-ാം സങ്കീർത്തനം ഉറക്കത്തിൽ വിളിച്ച് പറയാനും പറയും, 91 പറയും, 133 ഒക്കെ പറയുമല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള അറിവിന്റെ അംശം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ അവരെ ഓർത്തഡോക്സ് സഭയുടെ മുതിർന്നവരോട് ഞാൻ പ്രാപ്തരാക്കി എടുക്കുന്നുണ്ടോ? അപ്പച്ചന്റെ പേരെന്താണ്? സെയിന്റ് ജോർജിന്റെ പിതാവിന്റെ പേര് പറയണം. ജനിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാലും കുറച്ച് കുഞ്ഞുങ്ങളെ പറയുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞോട്ടെ. മക്കളെ, എന്നെ ശ്രദ്ധിക്കുന്ന വരും തലമുറയിലെ ഓർത്തഡോക്സ് സഭയിലെ അഭിമാനങ്ങളായ ബുദ്ധിയുള്ള സൗന്ദര്യമുള്ള മിടുക്കൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഒരു കാര്യം പറയുന്നതിന് മുമ്പേ പറയാനാകട്ടെ, മക്കളെ, ഇതുപോലുള്ള നല്ല മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ കയ്യിൽ ഒരു ക്ലിപ്പ് ബുക്ക് വേണം, കൊച്ചു നോട്ട്ബുക്ക്, ഇത്രയുമുള്ളത്. പണ്ട് തോമസ് ശ്ലീഹ കണക്കപ്പിള്ളയായിരുന്ന മത്തായി ശ്ലീഹ യേശുനാഥന്റെ ഓരോ വചനവും കൂടെ നടന്ന് പച്ച കാലത്ത് ചെടിയുടെ ഇല പിഴിഞ്ഞ് ഇങ്ങനെ തൂവല് കൊണ്ട് കോഴിയുടെയോ പറവുകളുടെയോ പരുന്നിന്റെയോ തൂവല് വെച്ച് അതിൽ മുക്കി എഴുതിയതാണ് നമ്മുടെ ബൈബിൾ. പൗലോസ് അപ്പോസ്തലന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ചത് മത്തായി ശ്ലീഹ എഴുതി വെച്ച ക്ലിപ്പ് ബുക്കാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളൊക്കെ എവിടെ പോയാലും IPS IAS സിവിൽ സർവീസോ എഴുതാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഒരു കൊച്ചു ബുക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ രാജുവിനോട് പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ മറക്കില്ല മക്കളെ. ബ്രെയിനിൽ കയറ്റി വെച്ചാൽ ഡെഫിനറ്റ് ഇന്നത്തെ ജീവിത പ്രഷർ കൊണ്ടൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ മറന്നു പോകും. നോട്ട് ചെയ്താട്ടെ. ഒരു കൊച്ചു ബുക്കിനകത്ത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ തുടങ്ങിക്കാട്ടെ. വിശുദ്ധ ഗീവറീസ് പറഞ്ഞ മക്കളെ, റോമനടുത്തുള്ള കപ്പദോക്യ എന്ന് പറഞ്ഞൊരു കൊച്ചു രാജ്യത്താണ് അദ്ദേഹം പിറന്നത്. മാതാവിന്റെ പേര് ബക്രീന എന്നാണ്, D ആണ്.
DAKRIN, ഡക്രീന എന്നാണ് പേര്. അപ്പച്ചന്റെ പേര് ഗാദിയോൻ എന്നാണ് അപ്പച്ചന്റെ പേര്. പഠിച്ചത് ഇത് ചന്ദനപ്പള്ളി എൻ്റെ അമ്മച്ചി ജനിച്ചു വളർന്ന നാടാണ്. അമ്മമാരുടെ നാടിനോട് കേരളീയരായ നമ്മുടെ പുരുഷന്മാർക്ക് ആമ്പിളർക്കല്ല ഒരു പ്രത്യേക മമതയാണ്. അവധി വന്നാൽ നമ്മൾ അങ്ങോട്ട് ആദ്യം പോകാൻ ആഗ്രഹിക്കുന്നത്. അമ്മ പറഞ്ഞു വീണവര് ഈ പള്ളിയിലൊക്കെ ഞാൻ ഇപ്പം മതി കൽക്കൂരിച്ചാണ് അവിടെ പോയി തിരുനെറ്റ് മുട്ടിച്ചാണ് ഞങ്ങളൊക്കെ ഈ നിലയിലേക്ക് വളർന്നിരിക്കുന്നത്. അമ്മ ഞങ്ങൾ 7 മക്കളായിരുന്നു. 7 പേരെയും കൊണ്ട് ചെറുപ്പകാലങ്ങളിൽ ഇവിടെ വരും. എല്ലാ പെരുന്നാളിന്റെ 2 ദിവസവും ഇവിടെ തന്നെയാണ്. അമ്മയുടെ വീടായതുകൊണ്ട് അമ്മാച്ചന്മാരുണ്ടായതുകൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി രാത്രി കിടക്കും. ഊണും കാപ്പിയുടെയും ഒക്കെ ഇവിടെ തന്നെ. ഞങ്ങൾ വലിയ പാരമ്പര്യം ഈ പള്ളിയുമായിട്ടുണ്ട്. ഞാൻ രാത്രി 2 മണി 3 മണിക്ക് ഇവിടെ ആരും ജനങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് കൽക്കുരിച്ച് വന്ന് നെറ്റിമുട്ടിച്ച് പോകുന്നത്. ആരെ അറിയിക്കാനോ പബ്ലിസിറ്റിയോ ഒന്നുമല്ല. ആരും അറിയാത്ത സമയം ഞാൻ അവിടെ തിരുനെറ്റി മുട്ടിച്ച് പ്രാർത്ഥിച്ചാണ് പോകുന്നത്. ഇന്ന് ഈ നിമിഷം വരെ എന്നെ നടത്തിയത് മറ്റാരുമല്ല, എൻ്റെ ഗീവറി സാധയാണ്. ഭയങ്കര വിശ്വാസമാണ്. ആന പിടിച്ച് വിളിക്കാനും അനങ്ങാത്ത രീതിയിൽ അഷ്ടബന്ധത്തിലാണ് ഞാൻ സെയിന്റ് ജോർജിനെയൊക്കെ എൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന കാര്യം തലമുറയോട് പറയാൻ ആഗ്രഹിക്കാം. വെറുതെ പറയുന്നില്ല, നാവിൽ നിന്ന് ചക്രവാക്ക് പറഞ്ഞു പോകുന്നതല്ല. മക്കളെ ഇതൊക്കെ അനുഭവത്തിനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ശരി, യേശുനാഥന് വിശ്വാസം തുടങ്ങിയ സുന്ദരക്കുട്ടനും ഭയങ്കര ആജ്ഞാശക്തിയും കമാൻഡിങ് പവറും എല്ലാ ബുദ്ധിമാനും എല്ലാ കഴിവുകളും എന്തൊരു കോർഡിനേറ്ററാണെന്ന് അറിയോ. ഈ ആദ്യം പ്രസവിച്ചിട്ടോ വല്യമ്മച്ചിട്ടോ പേര് നിങ്ങൾക്കറിയോ എന്തുവന്ന്? ഗീവറി സാധാരണ സെയിന്റ് ജോർജ് ഒന്നും അല്ല. അന്നിട്ട പേര് വിനയസ് എന്നാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. വൈദിക ശ്രേഷ്ഠർക്കോ മറ്റു പ്രായമായ എൻ്റെ പ്രായത്തിലുള്ളവർക്ക് വേണ്ടി അല്ല പറയുന്നത്. വിനയസ്. ഇതാണ് അമ്മച്ചി വല്യമ്മച്ചി തുടച്ച് വൃത്തിയാക്കി രക്തമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് 2 ഉമ്മ കൊടുത്ത് 2 സൈഡ്. എടാ മോനെ മക്കളെ, നിനക്ക് ഞാൻ വിനയസ് എന്ന് പേരിടുന്നു. ഈ വിനയസ് ആണ് നമ്മുടെ റോമൻ പട്ടാളത്തിൽ ചേർന്ന് പടത്തലവനായിട്ട് മാറി, അവിടുത്തെ ന്യായാധിപനായിട്ട് മാറി. അങ്ങനെ വളരെ എളുപ്പം ഗീവറി സാധനങ്ങൾ വളരുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡയക്ലീഷ്യൻ എന്ന് പറയുന്ന കപ്പർക്കൻ രാജാവ് അറിയുന്നു ഈ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പട്ടാളക്കാരനായ ഓഫീസർക്ക് യേശുവിൽ വിശ്വാസം, അത് ജീവനുള്ള യേശു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നു. അനേകായിരങ്ങൾ സെയിന്റ് ജോർജിന്റെ പട്ടാളത്തിൽ വെച്ച് തന്നെ റോമാക്കാരും ഒക്കെയാണ് ക്രിസ്ത്യാനികളായിട്ട് മാറുക. ഇതൊരു ജാതി കൺവേർഷന്റെ കാര്യമല്ല അന്നും നടന്നത്. ഈ നന്മയുള്ള കാര്യങ്ങളാണ്. ഈ വിശുദ്ധനായ അതിമാനുഷ്യ ശക്തിയുള്ള അതിശയങ്ങൾ കാണിക്കുന്ന ഈ ദൈവത്തിൽ ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. അത് നിമിത്തമായത് മറ്റാരുമല്ല, ഗീവറി സാധ എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ് മക്കളെ. ഇതൊക്കെ ഓർത്തിരുന്നാട്ടെ. അങ്ങനെ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ പീഡനത്തെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ മണിക്കൂർ എടുക്കും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഒരു പീഡനം എന്ന് പറഞ്ഞോട്ടെ. യേശുവിൽ നിന്ന് നീ വിശ്വാസം മാറല്ലേ വിനയസൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ലോകം മുഴുവൻ എൻ്റെ കീഴിൽ അമരുന്നതിനേക്കാൾ ഡയക്ലീഷ്യൻ ചക്രവർത്തി എനിക്കിഷ്ടം, മഹത്വമാണ്. യേശുവിൻ്റെ ദാസനായിട്ട് ജീവിതം അവസാനിപ്പിക്കുന്നത് വരെ എനിക്ക് താല്പര്യമാണ്. ഞാൻ എൻ്റെ വിശ്വാസത്തെ തൊടാനൊക്കത്തില്ല. ഡയക്ലീഷ്യൻ രാജാവ് മുഖത്ത് നോക്കി പറഞ്ഞു, പീഡിപ്പിക്കാൻ പറഞ്ഞു. ആ ഒരു പീഡനം മാത്രം ഞാൻ പറയാം. കണ്ടവാനെ പീഡിപ്പിച്ചു. അക്കാലത്ത് ക്രിസ്ത്യാനി യേശുവിനെ ഫോളെന്ന് പറഞ്ഞാൽ കഠിന പീഡനങ്ങൾ നടക്കുന്ന കാലമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും ഈ പറഞ്ഞ പീഡനം പട്ടാളക്കാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആ ജയന്റ് വീൽ ഉണ്ടല്ലോ നമ്മുടെ വീഗാലാൻഡിലുള്ള ഇങ്ങനെ കറക്കുന്ന കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് കറക്കുന്ന ജയന്റ് വീലിൽ ഇങ്ങനെ 2-3 ഇഞ്ച് നീളമുള്ള ആണി അങ്ങോട്ട് വെൽഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഈ ആണിയിൽ വെൽഡ് ചെയ്തിട്ട് കുതിരപ്പുറത്ത് ഡയക്ലീഷ്യൻ ചക്രവർത്തി വന്നു. അവിടെയും വിളിച്ചു, വിനയസ് കമിയർ അടുത്ത് വന്നു. ഡു യു സ്റ്റിൽ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്? അപ്പോഴും പറഞ്ഞു, യുവർ എക്സലൻസി, ഐ സ്റ്റിൽ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. കാണ്ടി ബിലീവ് ഇൻ അപ്പോളോ എന്ന് പറഞ്ഞാൽ അന്നത്തെ അവിടുത്തെ ദൈവം അപ്പോളോ എന്ന് പറഞ്ഞൊരു വിഗ്രഹമാണ്. ഞാൻ വിഗ്രഹത്തെ അങ്ങനെയൊന്നും കുറ്റപ്പെടുത്തിയെന്ന് പറയുന്ന ആരും ധരിക്കരുത്. ഈ പള്ളി വളർത്തിയെടുത്ത് തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ഹൈന്ദവ സഹോദരങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് പ്രാസയിലൊക്കെ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മളെക്കാട്ട് കൂടുതൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ക്രൈസ്തവ സഹോദരങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മളെ മാനിച്ചുകൊണ്ട് ബഹുമാനിച്ചു അവരെ സ്നേഹിച്ചുകൊണ്ട് പറയുകയാണ്. അന്നത്തെ അവിടുത്തെ വിഗ്രഹത്തിന്റെ പേര് അപ്പോളോ എന്നായിരുന്നു. ഡയക്ലീഷ്യൻ അപ്പോളോയെ വിശ്വസിക്കാൻ ആജ്ഞാപിച്ചിട്ടും സെയിന്റ് ജോർജ് പറഞ്ഞു, ഒരിക്കലുമില്ല, എൻ്റെ അന്ത്യം വരെ ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു ദൈവമാണ്, അതെന്റെ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത് ഈ ആണിയുടെ മേലോട്ട് വെച്ച് വരിഞ്ഞ് കെട്ടാൻ പറഞ്ഞു. ഗീവറി സാറിന്റെ സുന്ദരക്കുട്ടനായ ചെറുപ്പക്കാരനെ പട്ടാളക്കാരന് വരിഞ്ഞ് കെട്ടിയിട്ട് രക്തം ചീറ്റാൻ തുടങ്ങി. എന്നിട്ട് ഓർഡർ ചെയ്ത് ഇട്ട് കറക്കാൻ റൊട്ടേറ്റ് എന്ന് പറഞ്ഞു. അവരിട്ട് കറക്കാൻ രക്തം പറന്നതാണ്. ഇട്ട് കറക്കുമ്പോൾ രക്തം തെറിക്കുകയല്ലേ. അപ്പോഴും കുതിരപ്പുറത്ത് വെച്ച് ചോദിക്കും, I still give you time. Can you tell me now that you change your belief from Jesus Christ to Apollo എന്ന് പറഞ്ഞു. എന്നാലും എന്താ സെയിന്റ് ജോർജ് പറഞ്ഞതറിയോ? മൂഢനായ ഡയക്ലീഷ്യൻ, റെഡി ഫോൾ എന്ന് തന്നെ അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ. മൂഢനായ ഡയക്ലീഷ്യൻ ചക്രവർത്തി, അങ്ങേക്ക് എൻ്റെ വിശ്വാസത്തിൽ ഒരു ചെറിയ പോറലേൽപ്പിക്കാൻ കഴിയില്ല. എൻ്റെ ദേഹത്തും അവിടെ ഇവിടെയൊക്കെ പലതും ചെയ്യാൻ പറ്റും, ചെയ്തോളൂ, അത് എനിക്കത് പ്രശ്നമല്ല. അങ്ങനെ കറക്കി വേദനിപ്പിച്ചു, പലവിധത്തിൽ വേദനിപ്പിച്ചു. തീ കുണ്ടത്തിലെടുത്തിട്ട് 3 ദിവസം. 3 ദിവസം കഴിഞ്ഞ് ഗീവറി സദാ വെളി വന്നപ്പോൾ ഒരു രോമമൊന്ന് കരിയണമല്ലോ, തൊട്ടിട്ടില്ല. ഇത് വേണം ഇന്നത്തെ കുഞ്ഞുങ്ങൾ ചോദിക്കാം, ഇസ് ദാറ്റ് പോസിബിൾ അങ്കിൾ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ ദിസ് ഇസ് നത്തിങ് ബട്ട്
ഭയങ്കര ആഴമുള്ള വിശ്വാസമാണ് മക്കളെ. അഷ്ടബന്ധത്തിൽ ഉറപ്പിച്ച വിശ്വാസത്തെ ആദ്യം ചോദ്യം ചെയ്യാൻ ഒക്കില്ല. അങ്ങനെ ഉത്തരം പറയാം. ലോജിക്കലി കരിയുമില്ല തീകുണ്ടത്തിലിട്ടാൽ എന്ന് വേണേൽ ചോദിക്കാൻ തലമുറയ്ക്ക്. അതിനൊന്നും ഉത്തരങ്ങൾ പറഞ്ഞ് നമ്മളവരെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. എന്തായിരുന്നാലും ശരി, അതിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം വെളി വന്നു കഴിഞ്ഞ് അപ്പോളോയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. അപ്പോളോയുടെ അവിടെ അപ്പോളോ വിഗ്രഹത്തിന് മുമ്പിൽ കൊണ്ട് സെയിന്റ് ജോർജ് ചോദിച്ചു എന്താണെന്നറിയോ? അപ്പോളോ ആർ യു ദി ഗോഡ് എന്ന് ചോദിച്ചപ്പോൾ അപ്പോളോ വിളിച്ചു പറഞ്ഞു, നോ നെവർ, ഐ ആം നോട്ട് ദി ഗോഡ് എന്ന് വിളിച്ചു പറയുന്നു. അന്നേരം ആകാശത്തിൽ വെള്ളടി വെട്ടി ഒരു മിന്നലും വെള്ളടിയിൽ വന്നുകൂടി വിഗ്രഹം കരിഞ്ഞ് പൊഴിഞ്ഞ് താഴെ വീണുപോയെന്നാണ് ഹിസ്റ്ററി പറയുന്നത്. ഇതൊക്കെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളാണ്, നമ്മളത് വിശ്വസിച്ചു പോകും. ആയിക്കോട്ടെ, ഇങ്ങനെ പോവുകയാണ്. യേശുവിലുള്ള വിശ്വാസം മൂലം തല കൊയ്തു ഡയക്ലേഷ്യൻ ചക്രവർത്തി. ആ ബോഡി മരിച്ചു കഴിഞ്ഞപ്പോൾ ബോഡി ഏറ്റുവാങ്ങിയ ഒരു ചക്രവർത്തി കുടുംബത്തിലെ ഒരു ആളുടെ പേരുണ്ട്, വേണമെങ്കിൽ നോട്ട് ചെയ്യേണ്ട കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്തു. പാഡി ക്രോസ്റ്റസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പാഡി ക്രോസ്റ്റസ്. അത് അദ്ദേഹമാണ് ബോഡി എടുത്തുകൊണ്ട് പോയി. യേശുവിന്റെ ബോഡി എടുത്താണ്. ഇത് ഇന്നും നടക്കുന്ന കാര്യം. ഒരു VIP വന്നാൽ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാനും സ്വന്തം കാര്യങ്ങളിലേക്ക് ഇടപെടുത്താനും നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു പണക്കാർ മുൻകൈ എടുത്തു വരും. എന്തായാലും പാഡി ക്രോസ് എന്ന് പറഞ്ഞ ചക്രവർത്തിയുടെ കുടുംബത്തിലുള്ള ആൾ വന്ന് ബോഡി കൊണ്ടുപോയി അടക്കിയത് എവിടാന്നറിയോ? സെയിന്റ് ജോർജിന്റെ അമ്മ ദക്രീനയുടെ നാട് ലിഡോ എന്ന് പറയുന്ന ഡയാപോളിസ് എന്നൊരു കൊച്ചു അയൽ രാജ്യമാണ്. അവിടെ കൊണ്ടുപോയി അവിടുത്തെ പള്ളിയിലാണ് സെയിന്റ് ജോർജിനെ അടക്കിയത്. നമ്മുടെ പള്ളിക്കകത്തുള്ള തിരുശേഷിപ്പുണ്ടല്ലോ, ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഭരിക്കുന്ന രാജാവ് കബറിടം പൊക്കി, സെയിന്റ് ജോർജിന്റെ കബർ തുറന്ന് പൊക്കി എല്ലിന്റെ ഒക്കെ അംശമുള്ളത് എടുത്തിട്ട് ലോകത്തിൽ എവിടെ സെയിന്റ് ജോർജിന്റെ നാമധേയത്തെ പള്ളികളുണ്ട് ആ പള്ളികളിലേക്കെല്ലാം ഈ രാജാവാണ് അയച്ചു കൊടുത്തിരിക്കുന്നതാണ്. അതാണ് ചരിത്രം അങ്ങനെ പോകുന്നു. ഞാൻ ഒരു കാര്യം കൂടെ, ഇനി കുഞ്ഞുങ്ങൾക്കുള്ള മെസ്സേജ് അല്ല, ഞാൻ പ്രായമായിരിക്കുന്ന ഒരു മെസ്സേജ് അല്ല, എന്റെ ചിന്താഗതിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് വടവൃക്ഷം എന്നൊരു പഴയ കാലത്ത് ആൽമര മാതിരി വലിയൊരു വൃക്ഷമുണ്ടായിരുന്നു, കട്ടിയുള്ള ഇലയാണ്. അപ്പൊ നമ്മളും ചെയ്യുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദ്രപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി തിരുനാളിന്റെ ഭാഗമായിട്ടുള്ള ഭക്തിനിർഭരമായ ചെമ്പെടുപ്പുദാസ നമ്മളും സെയിന്റ് ജോർജ് നമ്മളുടെ വ്യത്യാസം എന്താ? സെയിന്റ് ജോർജ് പടത്തലവനായിട്ട് റോമിൽ തുടങ്ങിയ വ്യക്തി യേശുവിന് വേണ്ടി ആ ജോലി വേണ്ടെന്ന് വെച്ചു. തലകൊയ്യായിരുന്നല്ലോ. നമ്മളാണെ കളയുമോ? ഞാനിപ്പോൾ ആർമിയിലായിരുന്നു. ഞാനിപ്പോൾ ഒരു ജനറലായിട്ട് റിട്ടയർ ചെയ്യേണ്ടി വെച്ചു. നമ്മൾ ആ പൊസിഷൻ കളയാൻ ആഗ്രഹിക്കുമോ? യേശുനാഥൻ എന്ത് ത്യാഗം നമ്മൾ സഹിച്ചു. ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുക, ജീസസിന് വേണ്ടി, ഈ നാമധേയത്തിന്, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാട്ടെ. അപ്പൊ ആ ത്യാഗം മറ്റാരും എടുക്കില്ല. ഒരു ഡിഫറൻസ് അതാണ് സെയിന്റ് ജോർജും നമ്മളുമായിട്ടുള്ള വ്യത്യാസം. രണ്ടാമത്, ലെബനോൻ രാജാവിന്റെ മകൾ സാബ്ര എന്നൊരു രാജകുമാരിയാണ് ഈ ചെറുത്താൻ, ഈ ഡ്രാഗൺ വിഴുങ്ങാൻ തീയും തുപ്പി വന്നത്. സാബ്ര എന്ന് പറഞ്ഞ സുന്ദരിയായ ആ മകളുടെ പേരിൽ ലോട്ടറി വീണു. ഇനിയും ഇവന്റെ മുമ്പിൽ, ഈ ട്രാക്കുളയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കാനുള്ളത് യൗവനത്തിൽ നിൽക്കുന്ന പതിവൃതയായ രാജാവിന്, ആ നാട്ടിലെ രാജാവിന്റെ ഇളയ മകൾ സാബ്രയുടെ മേളിൽ ലോട്ടറി വീണു. വിടാതിരിക്കാനൊക്കെ കല്യാണ വേഷത്തിൽ ഒരുക്കിയെടുത്ത് ഗുഹാമുഖത്ത് കൊണ്ടുവിടണമെന്നാണ് ഹിസ്റ്ററി പറയുന്നത്. ഈ രാജാവ് മടിയില്ലാതെ തന്നെ മോളെ വിടാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്താണ് സെയിന്റ് ജോർജ് വരും, കുതിരപ്പുറത്തൊരു വരും, ടക്കടാന്ന് പറഞ്ഞ് ഓടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് കുന്ത ഊരി ഈ ഡ്രാഗനെ, തീ തുപ്പുന്ന ഡ്രാഗനെ കുത്തി കീറി സൈഡിലും വയറ്റത്തോ കുത്തി കീറി. എനിക്ക് ഇങ്ങനെ പറയാൻ കാരണം, ഞാനിപ്പോൾ ഒരു സിനിമയും നാടകങ്ങൾ ഒരേ സമയത്ത് സ്റ്റേജ് നടത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച എറണാകുളം പള്ളിയിൽ ഞാൻ അവതരിപ്പിച്ചു. വിശുദ്ധനായ കീവറീസ് എന്നാണ് നാടകത്തിന്റെ സിനിമയുടെ പേര്. പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും ശരി, ഈ വടവൃക്ഷം അതിന്റെ ഇലകളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വടവൃക്ഷത്തിന്റെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദോഷകരമായ കാര്യം, വേറൊരു ചെടി കിളിക്കാൻ സമ്മതിക്കില്ല. കൊച്ചൊരു ചെടി വളരാൻ ഈ വടവൃക്ഷം സമ്മതിക്കില്ല. അത് ആരുമാതിരി പന്തലിച്ച് കിടക്കുക. കട്ടിയുള്ള ഇലകൾ പൊഴിയും. പക്ഷെ ഇലകളുമായിട്ടുള്ള വ്യത്യാസം പറയട്ടെ. അതാണ് സെയിന്റ് ജോർജ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇലകൾ ഉണങ്ങി കരിയാൻ തുടങ്ങുന്ന സമയത്ത് നാശത്തിലേക്ക് പോയി പൊടിഞ്ഞു പോവാണ്. ആ സമയം എത്തുമ്പോൾ എന്താ നമ്മുടെ അമ്മച്ചിമാർ പഴയ കാലങ്ങൾ ചെയ്യുന്നതറിയാം? അതിന്റെ ഇലയെല്ലാം വാരി കൂട്ടി വെക്കും. എന്തിനാണെന്നറിയാമോ? പഴയ കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാൻ ഈ ചേന മുറിച്ച് നമ്മൾ അതിന് അടുത്ത കുഞ്ഞുണ്ടാവണമെങ്കിൽ എന്താ ചെയ്യുന്നത്? ഒരു തടമെടുത്തിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഈ ചേനയുടെ പീച്ച് കൊണ്ടുവന്ന് അതിനകത്തോട്ട് കൈ കൊണ്ട് മണ്ണ് മാന്തി വെച്ചിട്ട് നേരെ ഈ വടവൃക്ഷത്തിന്റെ ഉണങ്ങി ഇങ്ങനെ പൊടിഞ്ഞു പോകുമ്പോൾ ഇലകൾ കൊണ്ടുവന്ന് മേലോട്ട് അങ്ങോട്ട് ഇടും. വടവൃക്ഷമാണ് ഒരു സംഗതി വളരാൻ സമ്മതിക്കില്ല. ഈ ഇലകള് അതിനിടയിൽ കൂടെ ഒരു മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഒരു പച്ച നീളത്തിൽ കാണാൻ നല്ല ഡിസൈനുള്ള ഒരു സംഗതി കയറി വരും. ഈ ഇലകള് അത് സമ്മതിച്ചു കൊടുക്കുക, നീ വളർന്നോ. വടവൃക്ഷമോ
ഒരാൾ വളരാൻ സമ്മതിക്കരുത്. നമ്മുടെ ഈ കൂടിയിരിക്കുന്നവർ, ഞാൻ ഉൾപ്പെടെയുള്ളവരുണ്ട്, എത്ര പേരെ സഹായിച്ച് മറ്റുള്ളവർ വളരാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവിടെ മനുഷ്യ മാനവരാശിയോട് ഞാൻ ചോദിക്കുക. അതാണ് സെയിന്റ് ജോർജ് നമ്മളുമായിട്ടുള്ള വ്യത്യാസം. യേശുവിന്റെ വിശ്വാസത്തിൽ അദ്ദേഹം എത്രായിരം പേരെ രക്ഷപ്പെടുത്തി. നമ്മൾ ആരെ രക്ഷപ്പെടുത്തി? മതം മാറ്റാനോ അതല്ല ഈ ഉദ്ദേശിച്ച് പറയുന്നത്. ഈ വിശ്വാസം പകർന്നു കൊടുത്തു. മറ്റുള്ളവർ വിശ്വാസം എന്താണെന്ന് അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മാറ്റം ഒത്തിരി ഉണ്ടാകുന്ന ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഒരു സംഗതി പറയാനുള്ളത്, സെയിന്റ് ജോർജിന് ഉണ്ടായിരുന്ന ആ നന്മയുടെ അംശമെങ്കിലും നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ. ഈ പെരുന്നാളിന് തീർത്ഥാടക കേന്ദ്രത്തൊക്കെ വന്നു പോയതുകൊണ്ട് എന്ത് കാര്യം? ക്യാപ്റ്റൻ്റെ ഇവിടെ വരുന്നു പോകുന്നു, നമ്മളെല്ലാം വന്നു പോകും, വലിയ അർത്ഥമൊന്നുമില്ല. വന്നു പ്രാർത്ഥിച്ചാട്ടെ. നമ്മളിൽ ഒരു റിനയസൻസ്, നവോത്ഥാനം ഉണ്ടാവട്ടെ. ഇന്നു മുതൽ ഉണ്ടാവട്ടെ ഒരു മാറ്റം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള വലിയൊരു മനസ്സ് നമ്മുടെ തലമുറയിലേക്ക് പകർന്നു കൊടുത്താട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പിന്നീട് ഒരു കാര്യം കൂടെ പറയാണ്. ഈ സെയിന്റ് ജോർജിന്റെ നാമധേയത്തിലുള്ള ഈ ദിവസത്തിൽ നമ്മുടെ അമ്മമാരോടാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഞങ്ങൾ ചെറുപ്പത്തെ കണ്ട അമ്മച്ചിമാർ വൈകിട്ട് സന്ധ്യയാവുമ്പോൾ ഇരുട്ട് കയറുന്നതിന് മുമ്പ് വിളിച്ച് എല്ലാ മക്കളെല്ലാം കൂടെ വാ, അച്ചായ വാ, വല്യപ്പച്ച വാ എന്ന് പറഞ്ഞ് വിളിച്ചു ഇരുത്തി ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് വേദപുസ്തകം വായിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം ഇന്ന് പല വീട്ടുകളിലും ഞാൻ കാണാറില്ല, കണ്ടിട്ടില്ല. എന്നോട് ആരും ഒന്നും ദേഷ്യപ്പെടരുത്. എവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നാവും? എങ്ങനെ പീഡനവും വൃത്തിയുണ്ട്. ഇപ്പൊ ജിഷ എന്ന സ്ത്രീ എവിടെ നിന്ന് വന്നൊരു കുട്ടിക്ക് ഉണ്ടാവില്ല. അതും ലോയ്ക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണ് ഉണ്ടായത് നമ്മുടെ നാട്ടിൽ? വാട്ട് ഈസ് ഹാപ്പനിങ്? അത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. നമ്മൾ ആരോട് എന്ത് പറയുന്നത്? സെയിന്റ് ജോർജിനോട് നമുക്ക് എന്ത് പ്രാർത്ഥിച്ച് പറയാൻ പറ്റും? നീ ഇങ്ങനെയുള്ളൊരു നാട്ടിലാണോടാ ക്യാപ്റ്റൻ ജീവിക്കുന്ന എന്നോട് ആദ്യം ചോദിക്കുന്നത്. എങ്ങനെ നമ്മുടെ നാടും ഫ്യൂച്ചറും സംസ്കാരവും മാറ്റം ഉണ്ടാവണമെങ്കിൽ അറിഞ്ഞ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, പെങ്ങന്മാരെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പഴയകാല അമ്മമാർക്കുണ്ടായിരുന്ന നന്മയാണ് വിളക്ക് കത്തിച്ച് വെച്ച് മക്കളെ വിളിച്ചിരുത്തി പാട്ട് പാടി പ്രാർത്ഥിക്കുക. ആ പാരമ്പര്യം തെറ്റിക്കരുത് നമ്മുടെ അന്ത്യം വരെ എന്നുള്ള കാര്യം ഓർക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ തലമുറ മിടുക്കരായിട്ട് വരും. സെയിന്റ് ജോർജിന് ഉണ്ടായിരുന്ന കുറച്ചൊക്കെ നന്മകൾ അദ്ദേഹം മാതിരിയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചിലരെങ്കിലും വളർന്ന് നാടിനും ലോകത്തിനും കുടുംബത്തിനൊക്കെ പേരും പെരുമ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരും ദൈവത്തെ സാധ്യത അറിഞ്ഞനുഗ്രഹിക്കട്ടെ. എനിക്ക് വലിയൊരു അപകടത്തിൽ നിന്ന് 350 അടിയുള്ള അതുകൊണ്ട് കൊക്കയിലേക്കാണ് എൻ്റെ വണ്ടി പോയത്. രാത്രി 2 മണിക്ക് ഷൂട്ടിങ്ങിന് പോയത്, വാറാൻ വന്നിട്ട് പോടാം. ഞാൻ താഴെ എത്തുന്നതിന് മുമ്പ് എന്നെ ആരോ വന്ന് കൈകളിൽ ഇങ്ങനെ താങ്ങി. കൈകളിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇരുന്ന സാഡിൽ എന്ന് പറയുന്ന റബ്ബറിൻ്റെ ഒരു വളഞ്ഞ ഷീറ്റുണ്ടല്ലോ, അതിൻ്റെ പുറത്തോട്ട് ഞാൻ പോയി 2 കാലുകൾ കുതിരയുടെ സൈഡിൽ പോയി വിളിക്കന്നങ്ങ് ഇരിക്കുകയായിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ അന്ന് എൻ്റെ നടുവോടിഞ്ഞില്ല, ജീവൻ പോയിട്ടില്ല. എന്നെ രക്ഷിച്ചത് മറ്റാരുമല്ല, എൻ്റെ ഗീവലി സാധാരണ അഭിമാനത്തോടുകൂടി ഞാൻ ലോകത്തിൻ്റെ എവിടെ നിന്ന് ഏത് മലയുടെ പുറത്തു നിന്ന് വിളിച്ചു പറയും. വിശ്വാസത്തിൽ ആഴ്ത്തി പോകുന്നതുകൊണ്ട് എന്നെ കാത്തു സൂക്ഷിച്ചു എൻ്റെ ഗീവലി സാധയാണ്. അങ്ങനെ അനുഭവത്തിൽ നിന്നും ഞാൻ വിളിച്ചു പറയുന്നത്, നമ്മുടെ തലമുറ ഒരു കുഞ്ഞു പോലും ചന്ദ്രപ്പള്ളി പള്ളിയിൽ വന്നു പോയി പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞുങ്ങളാണ് പെൺകുട്ടികളും നശിച്ചു പോകാൻ പാടില്ല. പ്രായമുള്ള നമ്മൾ സമ്മതിക്കരുത്. ഓർത്തഡോക്സ് വിശ്വാസത്തിന് അടിത്തറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാതെ വേറെ ആരെങ്കിലും വന്ന് ഇങ്ങനെ യേശു അല്ലെ മോനെ നീ രക്ഷിക്കപ്പെട്ടവനാണോ കൈ ചൂണ്ടി വേദപുസ്തകം പിടിച്ചുകൊണ്ട് ചോദിച്ചാൽ ഞെട്ടിപ്പോവല്ലേ? പരിശുദ്ധമായ വിശുദ്ധ കൂദാശയ മാമോദിസയുടെ റുഷ്മായ മുദ്രപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളോട് ഞാൻ പറയുന്നു, ആ കൂദാശ കൊണ്ട് തന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ട നല്ല ക്രിസ്ത്യൻസാണ് നമ്മൾ. അല്ലാതെ നമ്മളൊന്നും വേറെ തന്നെ ചടങ്ങൊന്നും വേണ്ട. ഇവിടെ നിന്ന് ഒഴുകുന്ന തോട്ടിലെ വെള്ളം ഒന്നും എടുത്താലേ കൊടുത്ത് ഒഴിക്കൊന്നും വേണ്ട. ജ്ഞാനസ്നാനം ഓൾറെഡി നമ്മുടെ കൂദാശ കല്ലിൽ വെച്ച് നടന്നു കഴിഞ്ഞു. അതും ജോർദാൻ നദിയിൽ നിന്ന് പിരിഞ്ഞു വരുന്ന ഒന്ന് തണുത്ത വെള്ളം ഒഴുകുന്ന ഒരു നദിയുണ്ട്, വേറൊരു ബ്രാഞ്ചിൽ ഒഴുകുന്നത് ചൂട് വെള്ളമാണ്. ഈ അന്നത്തെ കാലത്ത് യേശുനാഥന്റെ കാലത്ത് യോഹന്നാൻ ചെയ്തത് ഈ 2 നദികളിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ഒന്നിച്ചു വരുന്ന സ്ഥലമാണ്. ആ സ്പോട്ടിൽ വെച്ചാണ് തലയിലേക്ക് അത് ഒഴിച്ചതെന്നാണ് പറയുന്നത്. ഇന്നും നമ്മുടെ മാമോദിസ സമയത്ത് ഓർത്തഡോക്സുകാർ ഒഴിക്കുന്ന വെള്ളത്തിലൊക്കെ ഇങ്ങനെയുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ചേർത്തിട്ടാണെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ഓർത്തിരുന്നാൽ മതി. അങ്ങനെ എല്ലാ കർമ്മങ്ങളും കൊണ്ടും നിങ്ങൾ രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ആരുടെയും മുമ്പിൽ വിട്ടുകൊടുക്കരുത്, തളരരുത്. ഓർത്തഡോക്സ് സഭയിലെ കുഞ്ഞുങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ടാണ്. വി ആർ 100% നമുക്ക് രക്ഷ കിട്ടും. സാൽവേഷൻ എന്നോ കിട്ടിയവരെ ജന്മം കൊണ്ട് തന്നെ നല്ല അപ്പനും അമ്മയിലും ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾ രക്ഷിക്കുക. സാൽവേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനായിട്ട് വേറെ കാര്യങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിച്ചു തരാനൊന്നും പോകുന്നില്ല. സമ്മതിക്കരുത്. നമ്മുടെ വിശ്വാസത്തിൽ ഒരു പോറിലേക്കാൻ ദയവായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ അനുവദിക്കുക വരുന്നത് ഒരു പ്രാർത്ഥനയും റിക്വസ്റ്റോടു കൂടി എല്ലാവിധ നന്മകളും നടന്നുകൊണ്ട് ഗീവലി സാധയുടെ കാൽപാദങ്ങളെ നെറ്റിമുട്ടിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗോഡ് ബ്ലെസ് എവരിവൺ. താങ്ക് യു. താങ്ക് യു സർ. സമ്മേളനം അവസാനിക്കുകയായി. അതിനു മുൻപ് ഈ ദേവാലയത്തിന്റെ ശില്പിയും കേരളത്തിലെ പ്രശസ്തമായ ദേവാലയങ്ങളുടെ ശില്പിയുമായ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ സാറിനെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാന്യരായ തീർത്ഥാടകർ, ഞാൻ ചന്ദനപ്പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള നോട്ടീസ് കണ്ട അവസരത്തിൽ അതിലെ 2-3 ഈ പള്ളിയുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. അതൊരു നമുക്കൊന്നും ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള ഒരു ഏരിയൽ വ്യൂ ആയിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു കാര്യം എന്നെ കൊണ്ട് ഇത് ആരാ ഇതിൻ്റെ രൂപകൽപ്പന നടത്തി ചെയ്യിക്കാൻ എനിക്കൊരു പ്രചോദനം നൽകിയത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത. അതിന് എനിക്ക് ഉടൻ തന്നെ ഉത്തരം കിട്ടി. അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഈ മധുബയുടെ പില്ലേഴ്സെല്ലാം മുങ്ങി വന്ന ഒരു അവസരത്തിൽ ഒരു ദിവസം എനിക്ക് ഇവിടെ വന്ന് താമസിക്കേണ്ട സന്ദർഭമുണ്ടായി. അന്ന് ഞാൻ പിറ്റേ ദിവസം കോൺക്രീറ്റാണ്. അന്ന് തലേ ദിവസം രാത്രിയിൽ ഞാൻ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ അത് ബേബി സാറിൻ്റെ വീട്ടിലായിരുന്നു. അന്ന് രാത്രിയിൽ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കവർ ബെഡൊക്കെ ഒരുക്കി 2ാമത്തെ നിലയിൽ ഞാൻ കിടക്കുന്നു. എൻ്റെ ഡ്രൈവർ മുകളിൽ തന്നെ ഹാളിൽ അയാൾ ബെഡൊക്കെ വെച്ചു, അയാളും ഉറങ്ങുകയാണ്. രാത്രി ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞിരിക്കും. ഞാനൊന്ന് മയക്കത്തിലായിരുന്നു. പക്ഷേ എൻ്റെ കട്ടിൽ ഒരു വെള്ള വസ്ത്രധാരിയും ഒരു ലോങ് ബിയേഡ് ആയിട്ടുള്ള ഒരു വെള്ള തലമുടിയോടുകൂടിയ വെള്ള താടിയോടുകൂടിയ നീണ്ട ഒരു മനുഷ്യൻ വെള്ള കുപ്പായവും ധരിച്ച് എൻ്റെ കട്ടിൽ കൂടെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാല് കട്ടിൽ നിന്ന് വെളിയിലോട്ട് നീണ്ട നിലയിലുമായി. ഞാൻ അതങ്ങനെ കണ്ടു. അത് സ്വപ്നമായിരിക്കാം, എന്തോ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് അതിൽ നിന്ന് വേറൊന്നും തോന്നിയില്ല. അത് ഒരു സ്വപ്നം തന്നെ ആയിരിക്കും എന്നുള്ള തരത്തിൽ ഞാനങ്ങ് അതിനെ ആ തരത്തിലങ്ങ് വിചാരിച്ച് നിന്നു. കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലത്തെ കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ മനസ്സിൽ സെൻറ്റ് ജോർജ് എന്ന് പറയുന്ന ആൾ ഒരു പടയാളിയാണ് എന്നുള്ള ഒരു തോന്നലായിരുന്നു എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഈ കോൺക്രീറ്റ് ദിവസം അന്നത്തെ കമ്പനിക്കാരും ജോയിക്കുട്ടി സാറും എല്ലാവരും കൂടെ ഞങ്ങളിവിടെ ഇരുന്ന് ഓരോ കാര്യത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പള്ളിയുടെ ചരിത്രത്തെ പറ്റി, പള്ളിയുടെ ചരിത്രം ഇവിടെ ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു കാരണവർ ഇവിടുന്ന് രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ ഒരാൾ ഇങ്ങനെ സഞ്ചരിച്ചിരുന്നുവെന്നും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഉണ്ടായിരുന്നുവെന്നും അത് മറ്റുള്ളവരടുത്ത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നം വയ്ക്കുകയോ അങ്ങനെ എന്തോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കണ്ട രൂപം ഇതേപോലെയായിരുന്നു. ഒരു പൊത്തോള മനുഷ്യൻ, നല്ല നീളമുള്ള കുപ്പായം, വെളുത്ത തലമുടി,
അത് സെൻറ്റ് ജോർജാണ്, അദ്ദേഹത്തിന് ഇവിടെ ഒരു പള്ളി വെക്കാനുള്ള സ്ഥലം കൊടുക്കണം എന്നുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ കോൾമറി കൊള്ളുകയും രോമാഞ്ചമുണ്ടായി. എനിക്ക് എന്തോന്നില്ലാത്ത ഒരു തോന്നി. പക്ഷെ അത് ഞാൻ അന്ന് തന്നെ പിന്നെ അവിടെ ഇരുന്നവരടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞത് അത് സാറ് ഇത് നിർമ്മിക്കാൻ വന്നപ്പോൾ സരദായ്ക്ക് സാറിനെ ോടുള്ള ആ സഹായം, സാറിന് വേണ്ടിയുള്ള സഹായത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കണ്ടത് എന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതമാണ് തോന്നിയത്. ഞാൻ കേരളത്തിൽ ഒരു 106 കൂടുതൽ മുസ്ലിം പള്ളികളുടെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. പ്രശസ്തമായ ഭീമാപ്പള്ളി, കരുനാഗപ്പള്ളിയിലൊരു താജ്മഹൽ പോലെ, എരുമേലിയിൽ വാവര് പള്ളി, ഇങ്ങനെയൊക്കെ കുറേ പള്ളികൾ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, എനിക്കൊരു ക്രിസ്ത്യൻ പള്ളിയോട് ചേരണമല്ലോ. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, ബാലകൃഷ്ണൻ എന്താ ഇത് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലൂടെ ഉണ്ടായി. ആ സമയത്താണ് അങ്ങനെ ഞാൻ എൻ്റെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദനപ്പള്ളിയുടെ ട്രസ്റ്റിയും ഇവിടുത്തെ വികാരിയും എല്ലാവരുമായിട്ട് എൻ്റെ അടുത്ത് വരികയും ഇവിടെ ഞങ്ങൾക്കൊരു പള്ളി നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്, അതിൻ്റെ കുറേ പോർഷൻ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അന്ന് അപ്പോൾ ഈ KCL സാറായി അതിൻ്റെ പ്ലാനൊക്കെ കൊടുത്തതെന്നാണ് പറഞ്ഞത്. പക്ഷെ അതനുസരിച്ച് അപ്പോൾ ഞാൻ KCL സാറുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബാലകൃഷ്ണൻ തന്നെ എന്താ, അദ്ദേഹം കൂടെ എൻ്റെ കൂടെ ഇവിടെ വന്നു കാണുകയും എനിക്ക് ഇതിൻ്റെ ഏരിയയെല്ലാം കാണിച്ചു തരികയും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇതൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ച് ഞാനൊരു ഡിസൈൻ ഉണ്ടാക്കി കൂടെ കൊണ്ടുവന്ന് കമ്പനിക്കാർ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം തൃപ്തിയായി. അങ്ങനെയാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ ഞാൻ സഹകരിക്കാൻ ഇടവന്നത്. എന്തായാലും ഈ ദേവാലയങ്ങളെന്ന് പറഞ്ഞാൽ ആത്മസംസ്കരണത്തിനുള്ള ഇടമാണ്. അത് എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഞാനൊരു ഹിന്ദു ദേവാലയവും ചെയ്തിട്ടുണ്ട്. അതെൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ഭദ്രകാളി ദേവി ക്ഷേത്രമാണ്. അതൊരു രഥത്തിൻ്റെ മാതൃകയിലുമാണ്. ഈ ക്രിസ്ത്യൻ ദേവാലയങ്ങളെല്ലാം ഗോതിക് ശില്പചാതുര്യത്തോടു കൂടിയത്, മുസ്ലിം ദേവാലയങ്ങളെല്ലാം ഇൻഡോ സാക്സൺ ശില്പഭംഗിയോട് കൂടിയതാണ്. പക്ഷെ ഇത് എല്ലാത്തിൻ്റെയും അന്തസത്ത അല്ലെങ്കിൽ എല്ലാ മതങ്ങളുടെ അന്തസത്ത ഒന്ന് മാത്രം തന്നെയാണ്, അത് മനുഷ്യനായി മാറണം. മനുഷ്യനായി മാറണമെങ്കിൽ അവനവൻ്റെ വേദഗ്രന്ഥങ്ങൾ പൂർണ്ണമായി സാരാംശം ഗ്രഹിച്ച് അതനുസരിച്ച് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ അവൻ മനുഷ്യനായി മാറൂ. ഞാൻ ഈ മുമ്പ് ആൾക്കാരുടെ ഞാൻ ബൈ ബർത്ത് ഹിന്ദു, എൻ്റെ വൈഫ് ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നാണ്. ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചു. അപ്പോൾ എനിക്ക് ഈ 3 മതങ്ങളെപ്പറ്റി അറിയാൻ കഴിഞ്ഞതിൻ്റെ ഇതിൽ ഞാൻ ഇതിൻ്റെ എല്ലാം അന്തസത്ത ഒന്നാണ് എന്നുള്ള എന്നിൽ വലിയൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കണ്ട ഖുർആൻ എന്നും പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതുകയാണ്. അത് മുസ്ലിം സമൂഹത്തിന് അവരുടെ വീടുകളിൽ എഴുതി വച്ചേക്കുന്ന സൂക്തങ്ങളുടെ മലയാള പരിഭാഷ അവർക്കാണ്. അപ്പോൾ അത് ഞാൻ എരുമേലി പള്ളിയിൽ അതിൻ്റെ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠ വചനത്തിൻ്റെ വേറൊരു വേറൊരു സൂക്തത്തിൻ്റെയും
മലയാള പരിഭാഷയും ഇംഗ്ലീഷ് പരിഭാഷയും എഴുതി വെച്ചു. എഴുതി വയ്ക്കാൻ അവിടുത്തെ കമ്മിറ്റിക്കാരും പുരോഹിതനും പിന്നെ എനിക്ക് പിന്തുണ തന്നു. അത് എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ വന്ന് പറഞ്ഞു, സാറേ ഇത് എഴുതുന്നത് ശരിയല്ല, അത് സാർ മാറ്റണം. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് പോയി അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പറയും, നമുക്ക് വേണമെങ്കിൽ മാറ്റിയത്. അപ്പോൾ അവർ പോയി ഒരു അരമണിക്കൂർ അതിൻ്റെ മുമ്പിൽ നിന്നും വായിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കരം ഗ്രഹിച്ചിട്ട്, സാറേ ഇത് ഞങ്ങൾ എത്ര കാലം മുമ്പ് അറിയേണ്ടതാണ്. അതിൽ ആയത്തെക്കുറിച്ച് എന്ന് പറയുന്നത് ദൈവം എന്താണ്, ദൈവത്തിന് അവൻ ബ്രഹ്മാണ്ഡ പാലകനാണ്, അവന് രൂപമില്ല, അവന് നാശമില്ല, അവൻ വെള്ളത്തിൽ നനയുന്നവനല്ല, തീയിൽ ദഹിക്കുന്നവനല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ഇത്. രണ്ടാമതെന്നുള്ളത്, മനുഷ്യരെ നിങ്ങളെയെല്ലാം ഞാൻ ഒരാടിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളുമായി മാറ്റിയത് തങ്ങളിൽ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യമാണ് അവിടെ എഴുതി വെച്ചത്. അത് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ എന്നെ ശ്ലാഘിക്കുകയാണ് ചെയ്തത്. അതിന് അപ്പോഴുണ്ടായ ഒരു ചേതവികാരമാണ് ഞാൻ കണ്ട ഖുറാൻ എങ്ങനെ എഴുതണം. അത് ആ ഖുറാൻ ഇങ്ങനെ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പിന്നെ അതിൽ ബൈബിളിൻ്റെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റും ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെയും എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നു. അത് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പിന്നെ ഭഗവത്ഗീതയിലെ വചനങ്ങളും ഇതിലെ വചനങ്ങളും എല്ലാം പൊരുത്തപ്പെട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഏത് ഗ്രന്ഥമായാലും ശരി അത് അവൻ ശരിയായിട്ട് പഠിച്ച് മനനം ചെയ്ത് പ്രാവർത്തികമാക്കിയാൽ അവൻ മനുഷ്യനായി മാറും. മനുഷ്യനായാൽ അവന് മോക്ഷപ്രാപ്തി ലഭിക്കും എന്നുള്ളത്. എന്തായാലും ഈ സമ്മേളനത്തിൽ എന്നെ ഇങ്ങനെ ആദരിച്ചതിന് ഞാൻ ഇവിടുത്തെ കമ്മിറ്റിക്കാരോടും ഇവിടുത്തെ നാട്ടുകാരോടും ഏറ്റവും നന്ദി ചന്ദനപ്പള്ളി ഇടവകയുടെയും ചന്ദനപ്പള്ളി പൗരാവലിയുടെ നേതൃത്വത്തിൽ ആവേശജനമായ വർണ്ണശബളമായ സ്വീകരണം നൽകുന്നു. അനുഗ്രഹപ്രദമായ ഈ ചടങ്ങിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുക എല്ലാ സഹതാഭക്തരെയും ചന്ദനപ്പള്ളി ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. 1500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വിശുദ്ധ ദീപകേയ സഹോദരയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നതായ അതിപുരാതനമായ അഭിവൃദ്ധി തിരുമേനി സമ്പന്നനായ ഗോപാലകൃഷ്ണൻ സാർ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ വിശ്വാസികളെ, ഈ സമ്മേളനത്തിന്റെ അവസാന ഭാഗമാണ് കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. ഈ മീറ്റിംഗിൽ ഉദ്ഘാടനം ചെയ്ത് നമ്മളെ അനുഗ്രഹിച്ച പരിശുദ്ധ ബാബാ തിരുമേനിയുടെ തൃപ്പാദത്തിൽ കൃതജ്ഞത ഈ ദേവാലയത്തിനു വേണ്ടി, ദേവാലയത്തിലെ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ സവിനയം അർപ്പിക്കുന്നു. ഈ മീറ്റിംഗിൽ അധ്യക്ഷപദം അലങ്കരിച്ച് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന തുമ്പോൾ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിനന്ദ കുര്യാക്കോസ് മാർ ക്ലീമിസ് തിരുമേനിയുടെ തൃപ്പാദത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ മീറ്റിംഗിൽ സംബന്ധിച്ച് നമുക്ക് ആശംസകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട ആർക്കിടെക്ട് ഗോപാലകൃഷ്ണൻ സാറിനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ മീറ്റിംഗിൽ നമുക്ക് എല്ലാ പിന്തുണയും തന്നുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജു തോമസ് അച്ഛനോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രദ്ധ ഓരോരുത്തരോടുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മീറ്റിംഗിൽ ആശംസ അർപ്പിക്കുകയും അവാർഡ് സ്വീകരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട വ്യക്തികളോടുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രാർത്ഥനയോടെ സമ്മേളനം അവസാനിക്കും. സ്നേഹവും സംബന്ധവും സഹവാസവും നാം എല്ലാവരും നമ്മുടെ ഇടവഴിയിലും എല്ലാ ഭവനങ്ങളോടുകൂടിയും ദേശത്തോടും ദേശക്കാരോടും
അതെല്ലാവർക്കും കൂടി എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഗായക സംഘം ഇപ്പോഴും ഗാനങ്ങൾ ആലപിക്കും.